ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സൈക്കോളജി ജിയോ കാപ്പനുണ്ട്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചോദ്യം, ആളുകൾക്ക് മാനസികമായ പ്രശ്നം വരുമ്പോൾ ഒരു മൊലിയാരുടെ അടുത്തേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ പൂജാരിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ധ്യാനത്തിന് പോകണോ? എന്താണ് സാറിന് അതിനെക്കുറിച്ച്? അത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇന്ന് പ്രബുദ്ധരാണ് അല്ലെ, ആധുനിക കാലത്താണ് നമ്മൾ മലയാളികൾ നിൽക്കുന്നത് എന്നൊക്കെ ആണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനസിക പ്രശ്നം വരുമ്പോൾ തന്നെ ഈ കുറേ വർഷങ്ങൾക്ക് മുൻപ് മാനസിക പ്രശ്നങ്ങൾ, അതായത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ സൈക്കോളജി ഒക്കെ ഫോം ചെയ്ത് വരുന്നൊരു കാലമുണ്ടല്ലോ, അന്ന് ഇങ്ങനെ മാനസിക പ്രശ്നം വരുമ്പോൾ ആദ്യ കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് ഈ പ്രേതബാധ കൂടുന്നതാണ്. കാരണം ഈ മാനസിക രോഗങ്ങളും അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ മുറിയിൽ കഥ കടച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കും, അബ്നോർമൽ ആയിട്ടുള്ള പല സ്വഭാവങ്ങൾ കാണിക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു ഈ ഈവിൾ സ്പിരിറ്റ്, അതായത് ചീത്ത ആത്മാക്കൾ ഈ ശരീരത്തിലേക്ക് വന്ന് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ പണ്ട് കാലത്തൊരു ചികിത്സാ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ സ്പിരിച്വാലിറ്റിയിലും കൂടെ കണക്ട് ചെയ്തിട്ടാണ് എന്താ ഈ തലച്ചോറിൽ ട്രഫിനേഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. തലയോട്ടിയിൽ ചെറിയ സുഷിര വിടും. അപ്പോൾ ആ സുഷിരത്തിൽ കൂടെ ഈ അശുദ്ധാത്മാവ് പുറത്തു പോകുന്നതായിരുന്നു അന്ന് വിശ്വസിച്ചത്. അപ്പം തലയോട്ടിയിൽ സുഷിരിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതികഠിനമായ വേദനയല്ലേ, വേദന സംഹാരി ഉണ്ടെന്ന് വിചാരിച്ചോളുക. പക്ഷെ ആ സുഷിരം കുറച്ച് നാൾ കൊണ്ട് അത് പ്രശ്നമായി, ആളെന്തായാലും മരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് മരിക്കും, ചിലപ്പോൾ പയ്യെ പയ്യെ മരിക്കും അല്ലെ. എന്ത് തന്നെയാണേലും ഈ ഈവിൾ സ്പിരിറ്റ് പോകുന്നുള്ള വിശ്വാസത്തിന് വേണ്ടി അതിന് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. അവസാനം ഇയാളുടെ സ്പിരിറ്റും കൂടെ പോകുന്നൊരവസ്ഥ, അങ്ങനെ ഒരു പ്രാകൃത ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു, അതായത് ഈ തലച്ചോറിലാണ് ഇതിന്റെ രഹസ്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത്. അതായത് മനുഷ്യന്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് തലച്ചോറ്. അപ്പൊ സ്പിരിറ്റ് വന്നാലും സ്പിരിറ്റിന്റെ സീറ്റ് അവിടെയാണ് എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം മനുഷ്യന് ആദ്യകാലത്തുണ്ടായിരുന്നു. അപ്പൊ ഇന്നും നമ്മളെ നാട്ടിലായാലും, നമ്മുടെ ഇന്ത്യ പോട്ടെ, ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും ഇപ്പോഴും ഈ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളൊരു ധാരണയുണ്ട്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ ചോദിച്ചു നേതാക്കന്മാരുടെ അടുത്താണോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്പിരിച്വൽ കൗൺസിലിംഗ് ആണോ, റിലീജിയസ് കൗൺസിലിംഗ് ആണോ വേണ്ടെന്നുള്ളൊരു ചോദ്യം അല്ലെ. യഥാർത്ഥത്തിൽ ഇന്ന് ഒരുപാട് വ്യാജ സൈക്കോളജിസ്റ്റുകളുണ്ട്. പക്ഷെ ഞാൻ ആത്മീയ മേഖലയിലുള്ള മതാചാര്യന്മാരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് മേഖല എന്നുള്ള, അതായത് ഇപ്പം ഈവൻ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയാലും, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്വാമിയാണെങ്കിലും, അവരുടെ അടുത്ത് പോകുന്നതിന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അവരുടെ അടുത്ത് എപ്പോഴാണ് നമ്മൾ പോവുക? ആത്മീയമായിട്ടുള്ള ബ്ലോക്കേജസ് വരുമ്പോഴാണ്. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എന്നെ സ്പിരിച്വലി ഞാൻ ചെയ്യരുതെന്ന് വിചാരിച്ചൊരു കാര്യം എന്നെ മൂല്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്തതിൽ എനിക്കൊരു പാപപരിഹാരം വേണം, അങ്ങനെയൊക്കെയുള്ള ചിന്ത അല്ലെ, അങ്ങനത്തെ ബ്ലോക്കേജസിനാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് മാനസിക രോഗമാണ് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ എത്തേണ്ടത് അംഗീകൃതമായിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ അടുത്താണ്. അപ്പോൾ ലൈസൻസർ എന്ന് പറയുമ്പോൾ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇപ്പം അബ്നോർമൽ ഡിസോർഡേഴ്സ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കിട്ടിയതായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ഉണ്ട്. മിനിമം MSc സൈക്കോളജി റെഗുലർ ആയിട്ട് പഠിച്ച ആളായിരിക്കണം കൺസൾട്ടേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ അടുത്താണ് കൃത്യമായിട്ടും ഈ പറയുന്ന മാനസിക പ്രശ്നമാണ് എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് കൺസൾട്ടേഷൻ ചെല്ലണ്ടേ. അല്ലാതെ വേറൊരു റിലീജിയസ് ബേസിൽ പോകേണ്ട ഒരു കാര്യമല്ല അത്. അങ്ങനെ പോകുന്ന സമയത്ത് അത് തെറ്റായ വഴികളിൽ കൂടെ പോകും, ഫർദർ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറയുന്ന പല പ്രശ്നങ്ങളിലൊക്കെ ആൾക്കാർ പോയി ചാടിയിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഇന്നും അല്ലേ ആൾക്കാർ അതിന് പുറകെ ചാടുന്നതും, നരബലിയെക്കുറിച്ച് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകൾ. അപ്പം അങ്ങനെയുള്ള തെറ്റായ വഴികളിലേക്കൊക്കെ പോകുന്നത് മനുഷ്യന്റെ പ്രശ്നം ശാസ്ത്രീയമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. അപ്പോൾ ഈ ചൂഷകന്മാർ ഒരുപാട് പേരുണ്ടാവും. വ്യാജ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മതത്തിന്റെയും ആത്മീയതയുടെയും മാനറിൽ മാത്രമല്ല, ഇപ്പം ഒരുപാട് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു കാറ്റഗറി. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനും മോട്ടിവേഷണൽ ടോക്സ് നടത്തുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കുന്നത് എന്താണ്, വാട്ട് ഈസ് മോട്ടിവേഷൻ എന്നുള്ളത് നമ്മൾ സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നിന്നിട്ടാണ് നമ്മൾ മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ നമ്മളുടെ അടുത്ത ഒരാൾ കൗൺസിലിംഗ് വരുവാണെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്, അവരെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണ്. സൈക്കോളജി എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, റെഗുലർ ആയിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. ഈ ലൈസൻസും കൂടെ ഉണ്ടോയെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെയുള്ളവരുടെ അടുത്താണ് കൗൺസിലിങ്ങിന് പോകേണ്ടത്. ഇനി അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ വർക്കറുടെ അടുത്ത് ചെന്നാൽ തന്നെ അയാൾ ഡയറക്റ്റ് ചെയ്യും, കറക്റ്റായിട്ടുള്ള സൈക്കോളജിയിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അപ്പം നമ്മൾക്ക് വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആണ്. സാറേ, അടുത്തൊരു ക്വസ്റ്റ്യൻ.
നമ്മളൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കാണാൻ പോയാൽ സമൂഹം അയാൾക്ക് ഭ്രാന്താണെന്നാണ് പിന്നീട് പറഞ്ഞുണ്ടാക്കുക. അതെന്താണ്? അത് പണ്ട് കാലം തൊട്ടേ ഉണ്ടായ ഒരു മിഥ്യയുടെ ബാക്കി പാത്രമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ഈ ഈവിൾ സ്പിരിറ്റ് കയറുന്നതാണ് പിന്നെ പ്രശ്നം. പിന്നീട് അത് മാറി വന്നു അല്ലെ. മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന പോലെ സിനിമകളിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് വന്നു. അപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പം നോർമലി ഈ മെന്റൽ ഡിസോർഡറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ അപ്പുറത്തേക്കുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉള്ള അവസ്ഥയിലാണ് ഇങ്ങോട്ട് ചെല്ലുന്നതെന്നാണ് പൊതുവെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണത്. ശരിക്കും അങ്ങനെ ഒരു സമൂഹം, ഒരു വ്യക്തി, ഇപ്പം ഞാനോ ജംഷീറോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു നമ്മളെ സമൂഹം അങ്ങനെ നോക്കി കാണുന്നുണ്ടെങ്കിൽ അത് ഈ പോയ വ്യക്തിയുടെ കുഴപ്പമല്ല. പോയ വ്യക്തിയാണ് ഫോർവേഡ്, സൊസൈറ്റി അതിലേക്ക് എത്തിയിട്ടില്ല. അതായത് മാനസിക പ്രശ്നങ്ങൾ, ഇപ്പം നമുക്കൊരു അസുഖം വന്നു, ഒരു പനി വന്നു, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും ചിലപ്പോൾ ജലദോഷം വരാം, പനി വരാം അല്ലേ. ഇപ്പൊ സൈക്കോളജിയിൽ കോമൺ കോൾഡ് ഇൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. അതായത് സാധാ ജലദോഷവും, സൈക്കോളജിയിലെ സാധാ ജലദോഷമാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഡിപ്രഷൻ റൈറ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടാതെ അതിൽ മൊത്തത്തിൽ ജീവിതം അമർന്നുപോയി നശിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകും. പല മനോരോഗങ്ങളും ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അയാളുടെ ജീവിതത്തിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അജ്ഞത മൂലമാണ് സമൂഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കാലക്രമേണ ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കൺസൾട്ടേഷനൊക്കെ വളരെ കോമൺ ആണ്. സ്ട്രെസ് മാനേജ്മെന്റിന് ഇപ്പം മാനസിക രോഗം ഉള്ളപ്പോൾ മാത്രമല്ല നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ കരിയർ ഡിസിഷൻസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോബ് സ്ട്രെസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഡിലമാസ് ലൈഫിൽ വരുന്ന സമയത്തും ആൾക്കാർ കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ചെല്ലാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അത് സൈക്കോളജിയുടെ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ സൈക്കോളജിയിൽ ഇപ്പോൾ ഈ ലൈഫ് കോച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ അതിൽ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. WHO അപ്രൂവ് ചെയ്തതായിട്ടുള്ള ലൈഫ് സ്കില്ലുകളുണ്ട്. അപ്പം അതൊന്നൊരു എന്താ പറയുക, ഓൾറെഡി ഉള്ളൊരു പേഴ്സണാലിറ്റീനെ കൂടുതൽ ബെറ്റർ ആക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പം ട്രീറ്റ്മെന്റിന് മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും നമുക്ക് ഉള്ള ഒരു സങ്കേതമാണ് സൈക്കോളജി സയന്റിഫിക് ആയിട്ട്. ഇപ്പോൾ ആൾക്കാർ കരിയർ ഡിസിഷൻസ് അല്ലെങ്കിൽ ഏത് കോഴ്സിനടുത്ത് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. അത് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നോക്കി അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള കരിയറുകൾ കണ്ടെത്താനൊക്കെ ഈ മേഖലയ്ക്ക് സഹായിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ സെക്ടറിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, ആളുകൾ ഇത് കൂടുതൽ ഉപയോഗിക്കണം. അങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള അജ്ഞത മാറുള്ളൂ. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.